ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് സമയത്തൊക്കെയാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക, പിന്നെ നമ്മളെ വ്യൂവേഴ്സിൻ്റെ വാച്ചിങ് ടൈം ഏത് സമയത്തൊക്കെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ വൈറ്റ് സ്റ്റുഡിയോ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ അനലറ്റിക്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വാച്ചിങ് ടൈം ഹവേഴ്സ് കാണിക്കും. കണ്ടോ, ഇതുപോലെ വാച്ചിങ് ടൈം ഹവേഴ്സ് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ടൈമിലാണ് നമ്മളെ വ്യൂവേഴ്സ് കൂടുതലുള്ളതെന്ന്. അപ്പോൾ മാക്സിമം ആ ടൈമിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഒരു ദിവസം ഒരു വീഡിയോസെങ്കിലും വീതം ഇടുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ പാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അങ്ങനെ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്, പാട്ടുകൾ വെച്ചിട്ട് നമ്മൾ കൂടുതൽ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഈ പാട്ട് വെച്ചിട്ട് ഒരുപാട് ഷോർട്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പാട്ട് വെച്ച് ഷോർട്സ് ചെയ്യാതിരിക്കരുത്. അങ്ങനത്തെ പാട്ടുകൾ വെച്ച് കൂടുതൽ ഷോർട്സുകൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കൂടുതൽ ഇപ്പോൾ ഒരു 1K പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയമായിരിക്കണമെങ്കിൽ പോലും ആ സമയത്ത് നമ്മളന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യരുത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് അന്ന് സമയം തെറ്റിച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം ഓൾറെഡി നമ്മളൊരു വീഡിയോ യൂട്യൂബ് മറ്റുള്ള വ്യൂവേഴ്സിലേക്ക് ശ്രദ്ധ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഗോയിങ് ആയിട്ടുള്ളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതും അവിടെ നിൽക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പം അത്ര തന്നെ കയറിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ കാര്യത്തെ ശ്രദ്ധിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവരും ഡെയിലി ഷോർട്സ് ഇടാൻ തന്നെ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റും ചെയ്യുക ആൻഡ് ഫോളോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.